മഴ തീരുമ്പോഴേക്ക് എന്താ വെയിലില്ലേ പൊള്ളുന്നു. അപ്പം നമുക്ക് മഴയായാലും വെയിലായാലും എല്ലാം കുട നിർബന്ധം. കണ്ടോ, ഞാൻ മാത്രമല്ല കേട്ടോ, വേറെ ആൾക്കാർ കുടയും ചൂടി പോകുന്നുണ്ടേ. കുറേ ദിവസമായില്ലേ തുടർച്ചയായിട്ട് വടകരയിൽ നിന്ന് മഴയും കൊണ്ട് നടക്കുന്നത്. ഇന്ന് നല്ല വെയിൽ കൊണ്ടാരോ അതിനേക്കാണോ വലിയ തലവേദനയും. ബാങ്കിൽ ഓരോ ദിവസം ചായക്ക് ഓരോ കൂട്ടലായിരിക്കേ. ഞാൻ നടന്ന് കളക്ഷനൊക്കെ എടുത്ത് തളർന്ന് വരുമ്പോഴത്തേക്കും ഇവരെനക്ക് എന്തെങ്കിലും കൂട്ടലൊക്കെ അട വെച്ചിട്ടുണ്ടാവും. പിന്നെ അത് തിന്നലാട്ടോ എൻ്റെ പരിപാടി. ഇന്ന് നല്ല ടേസ്റ്റുള്ള കുയ്യപ്പായിരുന്നു കേട്ടോ. വെയിൽ കൊണ്ടിട്ടാൻ തോന്നുന്നു നല്ല തലവേദന. ബസ് കയറി ഇരുന്നാൽ എങ്ങനെയെങ്കിലും പയ്യോളി എത്തിയാൽ മതിയായി. ഞാൻ ചെയ്യുന്ന ജോലിയോ അതിനു വേണ്ടി ഞാൻ പോകുന്ന വഴികളും ഷോപ്പുകളൊക്കെ കേട്ടോ ഞാൻ ഓരോ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മളെ പയ്യോളി എത്തിട്ടോ. പയ്യോളി എത്തിയാൽ നമുക്കൊരു ചായ നിർബന്ധം. അങ്ങനെ പയ്യോളി എത്തി അവിടുത്തെ കളക്ഷനും കഴിഞ്ഞ് ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് അടുത്തുള്ളൊരു ബേക്കറിയിൽ ചായ കുടിക്കാൻ പോയതാണേ. റോഡ് പണീൻ്റെ ഭാഗമായിട്ട് നമ്മളെ പഴയ പയ്യോളിയിൽ നിന്ന് പുതിയ പയ്യോളിയിലേക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടെങ്കിലും നമുക്ക് പഴയ പയ്യോളിയിൽ ഒരുപാട് ഓർമ്മകളുണ്ടല്ലേ. പണ്ടത്തെ നാലും കൂടിയ മുക്കും നിരനിരയായിട്ടുള്ള തുണിപ്പീടിയും ചായപ്പിടിപ്പീടിയും വെത്തിലപ്പീടിയും ഒക്കെ എപ്പോഴും ഒരു ഓർമ്മ തന്നെ. വികസനത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും നമ്മളെ പീടിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിന്നി ചിതറി ഇപ്പോൾ നമുക്ക് പണ്ടത്തെ തൊട്ട് ഏരിയ ഏതാണെന്നും കൂടി അറിയാത്തൊരവസ്ഥയിലായി. പണ്ട് അമ്മമ്മേൻ്റെ കൂടി 1-ാം തീയതി പെൻഷൻ വാങ്ങാൻ പോലുണ്ടായിരുന്നു ഇടയ്ക്കല്ലോ പോസ്റ്റ് ഓഫീസിൽ. അന്നേരം മൂപ്പര് വെത്തിലപ്പീടിയും സൂപ്പർ മാർക്കറ്റും പിന്നെ അമ്മമ്മേൻ്റെ സ്ഥിരം കുറ്റിയായിരുന്നു AK രാമൻ്റെ തുണിപ്പീടി ആടിയെല്ലാം കയറി നിരങ്ങിയിട്ടായിരുന്നു വരിക. അതുപോലെ തന്നെ ബീച്ച് റോഡിൽ സഫാത്തിൻ്റെയും തരിപ്പിലെ പിടിയൻ്റെല്ലാം മുന്നിലായിട്ട് ഒരാൾ പണ്ട് ഫുട്പാത്തിൽ ഡ്രസ്സൊക്കെ വെച്ച് വിൽക്കുന്നു. ഇപ്പോൾ അവിടെ കാണലില്ല. അമ്മമ്മ നമ്മളെ ചെറുപ്പത്തിൽ അവിടെ കൂട്ടിക്കൊണ്ടു. എന്നിട്ട് പാൻറ്റീസൊക്കെ ആടെന്നാണ് വാങ്ങുക. അവിടെ പൈസ കുറവായിരിക്കുമല്ലോ. എന്നിട്ട് ഓരോന്ന് എടുത്തിട്ടുണ്ടേ എനിക്കിത് മതിയോന്നെല്ലാം ചോദിക്കുക. നമ്മളാണെന്നെല്ലാം പറഞ്ഞ് ചെറുതല്ലേ നമ്മൾ വാങ്ങിയിട്ടിങ്ങ് പോരും. പിന്നെ നമ്മൾ വലുതായാലും അമ്മമ്മ കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് എനിക്കിത് മതിയോന്നെല്ലാം ചോദിച്ച് പാൻറ്റീസ് എല്ലാം ഇങ്ങനെ പൊന്തിച്ചിട്ടെല്ലാം കാണിച്ചു തരുന്നേ. അവിടുന്ന് വാങ്ങിത്തരുകയും ചെയ്യും. അമ്മമ്മക്ക് നമ്മൾ അന്നും ഇന്നെല്ലാം ഒരുപോലെ അതിനെ. അതുകൊണ്ട് അമ്മക്കൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അമ്മക്ക് കുറവാകനെ ആൾക്കാരെ മുന്നിൽ നിന്നല്ലേ ചോദിക്കുക. അതെല്ലാം ആലോചിക്കുമ്പോൾ ഇപ്പം സത്യം പറഞ്ഞാൽ ചിരി വരും കേട്ടോ. കഥ പറഞ്ഞ് രണ്ടാമത്തെ കേക്കും തിന്നിട്ടോ. അല്ലെങ്കിലും പണ്ടത്തെ കഥ പറഞ്ഞാലൊന്നും ഒരിക്കലും തീരെയില്ല. അത്രയ്ക്ക് ഓർമ്മകളില്ലേ പഴയ പയ്യോളില്ലേ നമുക്കെല്ലാവർക്കും.